കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളവാലങ്കാരമൊക്കെ കഴിഞ്ഞു, നട തുറന്നു. അപ്പോൾ നമുക്ക് ഗുരുവായൂരപ്പനെ കാണാൻ പോകണ്ടേ? എല്ലാവരും വരും കേട്ടോ. ഞാനെന്നും എത്തിയിട്ടില്ല. ചെങ്ങന്നൂരാണ്. ചെങ്ങന്നൂർ മഹാക്ഷേത്രത്തിലൊക്കെ പോയി അവിടുത്തെ കാര്യങ്ങളൊക്കെ കണ്ടു തൊഴുതു. അപ്പോൾ അതൊക്കെ നമ്മളെ ചാനലിൽ ഇടും കേട്ടോ. അപ്പോൾ നമുക്കങ്ങനെ ഭഗവാനെ തൊഴാനായിട്ട് പോവാം. ആദ്യം തന്നെ കിഴക്കേ നടയിൽ വന്നിട്ട് മഞ്ജുളാലിനെ ഒന്ന് പ്രദക്ഷിണം വയ്ക്കുക. അപ്പോൾ മഞ്ജുള വാരസ്യാരെയും അതേപോലെ കുചേലൻ്റെ ശില്പവും വെങ്കല ഗരുഡ ശില്പമൊക്കെ കാണാം. അതൊക്കെ ഒന്ന് പ്രദക്ഷിണം വെച്ച് അങ്ങനെ വന്ന് അത്തിമര ഗണപതി ക്ഷേത്രത്തിൽ വന്ന് ഗണേശനെയും കണ്ടു തൊഴാം. പിന്നീട് വരുമ്പോൾ കാളിയമർദ്ദൻ രൂപം കണ്ടു തൊഴാം. എന്നിട്ട് നേരെ ഗോപുരവാതിൽ കടന്ന് അകത്തേക്ക് വരിക. അപ്പോൾ ആ കൊടിമരവും വലിയ ബലിക്കല്ലും ഗജരാജൻ കേശവൻ്റെ 2 കൊമ്പുകളും നടുക്കുള്ള ലക്ഷ്മി ദേവിനെയൊക്കെ കണ്ട് തൊഴാം. പിന്നീട് അങ്ങനെ വാതിൽപ്പടി കയറി വരുമ്പോൾ ഇടത്തേ വശത്തേക്ക് നോക്കിയാൽ മേൽപ്പത്തൂരിൻ്റെ പീഠവും കിടാവൾക്കും കാണാം. വലതേ വശത്ത് ആദ്യത്തെ തൂണും നോക്കി തൊഴുത് നമ്മൾ ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കുകയാണ്. ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ഇന്ന് കാണാനുള്ള നല്ല കാഴ്ചകളാട്ടോ. നിറച്ച് ആ ചതുർബാഹുവായ വിഗ്രഹം നിറച്ചുണ്ട്. മരം കാണുന്നു. കളപ്പം കൊണ്ട് മരം ഉണ്ടാക്കിയിട്ടുണ്ട്. മരത്തിൻ്റെ മുകളിൽ ചില്ലകൾ ഇങ്ങനെ കാണുന്നു. ചില്ലയുടെ മുകളിൽ ഉണ്ണി കാല് നീട്ടിയിരിക്കണു. കാല് നീട്ടിയിരുന്നിട്ട് 2 കാലിൻ്റെയും കാൽപാദങ്ങളിൽ കാൽത്തളകൾ അണിഞ്ഞിട്ട് അതേപോലെ പട്ട് ഞൊറിഞ്ഞു കൊടുത്തിട്ടുണ്ട്. മുകളിലേക്ക് ഇങ്ങനെ നോക്കിയാൽ ഒരു മാങ്ങാമാല ചാർത്തിയിട്ടുണ്ട്. ഒരു വളയം പോലത്തെ മാലയുണ്ട്. അതേപോലെ അരയിലരമണിക്ക് ഇങ്ങനെയൊക്കെ കാണാനുണ്ട്. 2 കൈ കൊണ്ടും പൊന്നോടക്കുഴൽ ഇങ്ങനെ വിളിക്കുകയാണ്. അപ്പോൾ കിരീടമൊക്കെ വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ള കുമ്പത്തൊക്കെ നിറയെ ഗോപികമാരുടെ വസ്ത്രം കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഞാനൊന്നും കണ്ടില്ലേ എന്ന് പറഞ്ഞിട്ടേ. അപ്പോൾ ഗോപിക വസ്ത്ര അപഹരിച്ചിട്ടുള്ള ഒരാളുടെ രൂപത്തിലാണ്. വളരെ മനോഹരമായിട്ടാണ്. എന്നിട്ട് ഞാനൊന്നും അറിഞ്ഞിട്ടില്ല, ഞാൻ ഓടക്കുഴൽ വിളിക്കുക, ഇതൊക്കെ അങ്ങനെ ഇവിടെ വന്നതെന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. വളരെ മനോഹരമായിട്ടുള്ള കാഴ്ച. ആ പൊന്നിൻ്റെ കിരീടം കാണാണ്ട് തിരുനെറ്റിയിൽ ഗോപീതിലകം വെച്ചിട്ടുണ്ട്. തിരുമുടിമാല 2 തിരുമുടിമാല ഉണ്ട്. വെളുത്ത പൂവും തുളസിയും കൂടി ഉള്ളതൊന്നും തെച്ചിയും തുളസിയും കൂടി ഉള്ളതൊന്നും. അതേപോലെ 2 ഉണ്ടമാല ഉണ്ട്. അതും തെച്ചിയും തുളസിയും കൂടി ഉള്ളത്, വെളുത്ത പൂവും പിന്നെ കുറച്ച് താമരയും. എല്ലാം കൊണ്ടും വളരെ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ്. അപ്പോൾ നമ്മളെല്ലാവരും ഇപ്പോൾ ഭഗവാന്റെ സോപാനപ്പടിയിൽ നിന്ന് ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കുകയാണെന്ന് അങ്ങനെ വിചാരിച്ചോളൂ കേട്ടോ. അപ്പോൾ ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം നമ്മളിലേക്ക് എത്തും. നന്നായിട്ട് പ്രാർത്ഥിക്കുക. അത് കഴിഞ്ഞാൽ പിന്നെ സോപാനപ്പടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് അഗ്നികോണിലുള്ള ബലിക്കല്ലും ഭഗവാന്റെ തിടപ്പള്ളിയൊക്കെ കണ്ടു തൊഴുത് ആലിലക്കണ്ണനെയൊക്കെ കണ്ടു തൊഴുത് സപ്തമാതാക്കളെയും കണ്ടു തൊഴാം. പിന്നീട് അങ്ങനെ ഗണേശൻ്റെ അടുത്ത് വരുന്ന ഗണേശനെ കണ്ട് പ്രാർത്ഥിക്കാം. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അത് കഴിഞ്ഞ് സരസ്വതിയറയ്ക്ക് നോക്കിയിട്ട് സരസ്വതി ദേവിനെ പ്രാർത്ഥിക്കുക. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. വീണ്ടും അവിടെ നിന്ന് ഇങ്ങനെ വരുമ്പോൾ ആ കോർണറിലെത്തിയ ചെറിയ ഗണേശനെ കാണാം. പിന്നെ മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം വരെയുള്ള രൂപങ്ങളൊക്കെ കണ്ടു തൊഴുത് മേൽശാന്തിയുടെ അടുത്ത് നിന്ന് അർച്ചന പ്രസാദമൊക്കെ വാങ്ങാം. പിന്നീട് വാമന രൂപവും ഗജേന്ദ്രമോക്ഷത്തിൻ്റെ രൂപമൊക്കെ കണ്ടു തൊഴാം. പിന്നീട് ഗരുഡാരൂഢനായിരിക്കുന്ന മഹാവിഷ്ണുവിനെയും അനന്തശായിയായ അനന്തപത്മനാഭനെയും കണ്ടു തൊഴുത് നേരെ ശ്രീകോവിലിൻ്റെ പുറകുവശത്ത് വന്ന് സാഷ്ടാംഗം നമസ്കരിക്കുക. നമസ്കാരമൊക്കെ കഴിഞ്ഞ് മുകളിലേക്ക് നോക്കിയാൽ ഉഗ്രരൂപിയായ നരസിംഹസ്വാമിയെ കാണാം. പിന്നീട് തൊട്ട് താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഭീഷ്മരുടെ ശരശയ്യയിൽ കിടന്നിട്ടുള്ള സഹസ്രനാമം ചെല്ലുന്ന ഒരു കാഴ്ച കാണാം. പിന്നീട് വരുമ്പോൾ ബാക്കിയുള്ള ദശാവതാര വിഗ്രഹങ്ങൾ ഭാർഗവരാമനും ശ്രീരാമചന്ദ്രനും ബലരാമൻ, കൃഷ്ണൻ, അതേപോലെ മുരുകനൊക്കെ കണ്ടു തൊഴുത് നേരെ ഹനുമാൻ സ്വാമിയുടെ അടുത്ത് വരിക. ഹനുമാൻ സ്വാമിയെ കണ്ട് പ്രാർത്ഥിക്കാം. ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമ ഹനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരോഭവ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂതമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അജാഡ്യം വാക്പടുത്തം ഹനുമസ്മരണാത് ഭവേത്.
ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. അതിനുശേഷം രാധാകൃഷ്ണ വിഗ്രഹവും കാളിയമർദ്ദന രൂപവും എണ്ണക്കണ്ണനെ കണ്ട് തൊഴുത് ഓവിൻ്റെ അവിടെ നിന്ന് പ്രാർത്ഥിക്കാം. തൊട്ടടുത്തുള്ള താമരക്കണ്ണനെ കണ്ട് തൊഴാം. പിന്നീട് ആ കിഴക്ക് വശത്തേക്ക് നോക്കിയാൽ മണിക്കിണർ കാണാം. അതേപോലെ മുകളിലേക്ക് നോക്കിയാൽ കൊടിമരം കാണാം. പിന്നെ ഭഗവാന്റെ നൃത്താറയും കടാവളക്കൊക്കെ കണ്ട് തൊഴുത് അടുത്ത ഭാഗത്തെത്തിയ കുറൂരമ്മയും നാരദരെയും മേൽപ്പത്തൂരിനെയും വസുദേവരെയൊക്കെ കണ്ട് തൊഴുത് നമ്മൾ നേരെ വടക്കേ നടയിൽ കൂടെ പുറത്ത് വന്ന് പ്രസാദ കൗണ്ടറിലെത്തിയിട്ട് ചന്ദനം തീർത്തും വാങ്ങി ഇടത്തരികത്ത് കാവിലെ ഭഗവതിയെ കാണാനായിട്ട് പോവാം. അങ്ങനെ അമ്മയുടെ മുന്നിലെത്തി അമ്മയെ കണ്ട് പ്രാർത്ഥിക്കാം. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. അമ്മയെ കണ്ട് തൊഴുത് അവിടുന്ന് വരുമ്പോൾ ആ കോർണറിലെത്തിയ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് നോക്കി തിരിഞ്ഞു നിന്ന് മമ്മിയൂരപ്പനെ മനസ്സിൽ വിചാരിച്ച് മമ്മിയൂർ പോകുന്നതായിട്ട് സങ്കല്പിച്ച് നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക. അപ്പോൾ മമ്മിയൂരപ്പൻ്റെ അനുഗ്രഹം നമ്മളിലേക്ക് എത്തും. വീണ്ടും നമ്മൾ ആ ഭഗവാന്റെ കൊടിമരത്തിൻ്റെ അവിടെ വന്ന് ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കാം. പിന്നീട് അങ്ങനെ കൂത്തമ്പലത്തിൽ വന്നിട്ട് തൊഴുത് നമസ്കരിക്കാം. അങ്ങനെ അയ്യപ്പസ്വാമിയുടെ അടുത്ത് വന്ന് അയ്യപ്പസ്വാമിയെ കണ്ട് പ്രാർത്ഥിക്കാം. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹോ ശാസ്തേ സ്തുഭ്യം നമോ നമ. അവിടെ പ്രദക്ഷിണം ചെയ്ത് വന്ന് പടിഞ്ഞാറ് നടയിലുള്ള ദീപസ്തംഭത്തിൻ്റെ മുകളിലുള്ള വേണുഗോപാലിനെയും കൊടിമരത്തിൻ്റെ മുകളിലുള്ള ഗരുഡധ്വജനെയും കണ്ട് തൊഴുത് പടിഞ്ഞാറ് നടയിൽ കൂടെ പുറത്ത് വന്ന് രുദ്രതീർത്ഥക്കുളത്തെ പ്രദക്ഷിണം ചെയ്യാനായിട്ട് പോവുക. അങ്ങനെ പ്രദക്ഷിണം ചെയ്യുമ്പോൾ നടുക്കിക്ക് നോക്കിയിട്ട് ആ കാളിയമർദ്ദന രൂപിയെ കണ്ട് തൊഴുത് നമ്മൾ വീണ്ടും ഭഗവാന്റെ ആ ഒരു നാരായണാലയത്തിലേക്ക് എത്തിയിട്ട് അവിടുന്ന് പൂന്താനം തിരുമേനി പൂജിച്ചിരുന്ന ഉണ്ണിക്കണ്ണനെ കാണാനായിട്ട് പോവുക. അങ്ങനെ അവിടെ ഉണ്ണിക്കണ്ണനെ കണ്ട് തൊഴുത് ഭഗവതി നടയിലും കിഴക്കേ നടയിലും വന്ന് തൊഴാം. പിന്നീട് തെക്കേ നടയിലുള്ള കൂവളത്തെ പ്രദക്ഷിണം ചെയ്യുക. പ്രദക്ഷിണം ചെയ്യുമ്പോൾ മഹാദേവനെയും പാർവതി ദേവീനെയൊക്കെ മനസ്സിൽ വിചാരിക്കുക. അപ്പോൾ നമ്മൾ ഇന്നത്തെയും ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കണ്ടു തൊഴുതു. എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണത ക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ ശരണം.